ഹലോ, അപ്പോൾ ഇത് നമ്മുടെ ജർമ്മനിയിലെ സെക്കൻഡ് ഡേ ആണ്. ഫ്രാങ്ക്ഫർട്ടിലാണ് നമ്മളുള്ളത്, മെർക്കറി ഹോട്ടലിൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബ്രെഡ്, ചീസ്, ഡോണട്ട്സ്, ജാം, കേട്, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു സാൻഡ്വിച്ച് കണക്ക് കഴിച്ചു. ബോയിൽഡ് എഗ്ഗ് എല്ലാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫ്രാങ്ക്ഫർട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങി. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ കുറച്ച് ബ്ലൂബെറീസൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. റോസ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാബ് വന്നു. ക്യാബിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് മെട്രോ കയറിയാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു പ്ലസൻറ്റ് ഡേ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ട് എത്തിയപ്പോൾ നമ്മളിവിടെ കുറച്ച് പോർച്ചുഗീസ് എന്നുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർക്കും വഴി അറിയില്ല, നമുക്കും വഴി അറിയില്ല. അപ്പോൾ അവിടെ ഒരു ശ്രീലങ്കൻ ഒരാൾ വന്നിട്ട് നമുക്ക് രണ്ട് കൂട്ടുകാർക്കും വഴി പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ മെട്രോ കയറി ആ ഒരു സ്ഥലത്തെത്തി. ഇതൊരു ഓൾഡ് ഫ്രാങ്ക്ഫർട്ട് ഏരിയയാണ്, ഓൾഡ് സിറ്റി എന്ന് പറയും. ഇവിടെ ഒരു ഫേമസ് ഒപ്പേറ ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ നട്ടേക്കുന്ന മരങ്ങളിൽ നിറച്ച് നമ്മുടെ നാട്ടിൽ ലൗലോലിക്ക നിൽക്കുന്ന കണക്ക് നിറയെ ചുമന്ന ആപ്പിളാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല. അപ്പം ഞാനതൊന്നൊന്ന് എടുത്തു നോക്കി. അവനോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് കഴിക്കല്ലേ, ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കി. ഒരു പുളിപ്പായിരുന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു മനുവട്ടം കാണാണ്ട്. പിന്നെ അങ്ങനെ ഒരു പാർക്ക് കണക്കൊരു സെറ്റപ്പ്. ഇതാണ് ഓൾഡ് ഒപ്പേറ ഹൗസിൻ്റെ പുറകിലുള്ളത്. ഇതൊരു ഫേമസ് ഒരു ലാൻഡ്മാർക്കാണ് ഇവിടുത്തെ. പിന്നെ എന്ന് പറഞ്ഞാൽ പരിസരമൊന്നും അത്രയ്ക്ക് വൃത്തിയൊന്നുമില്ല. ആ ഫൗണ്ടെയിനിൽ ആൾക്കാർ ഇറങ്ങി ചൂട് കാരണമായിരിക്കും ഇറങ്ങിയിരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കാണില്ല അത് കണക്കൊക്കെ. പിന്നെ വഴിയിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നത്, യൂറിൻ്റെ സ്മെല്ല്, ഒരു ക്ലീൻ അല്ലാത്തൊരു പരിസരം പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്കിനി ലഞ്ച് കഴിക്കണം. അപ്പോൾ അടുത്ത ഏതെങ്കിലും നല്ല ഹോട്ടലുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് അവിടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. ആൾക്കാരുണ്ട് എങ്കിലും ഒരു ക്ലീൻ ഇല്ലാത്ത ഒരു സിറ്റി കണക്ക്, ഒരു ഫുള്ളൊരു യൂറിൻ സ്മെല്ല് കണക്ക് എനിക്ക് തോന്നി. ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഒരു ചെറിയ കോഫി ഷോപ്പ്, അവിടെ മനുവേട്ടനത് കണ്ടിട്ട് ഭയങ്കര ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കോഫി ഷോപ്പൊക്കെ നടത്തുന്നത്. അപ്പോൾ അവിടുന്ന് വേണ്ടെങ്കിലും ഒരു കോഫി മേടിച്ച് കുടിക്കുക, ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ പോയിട്ട് കോഫി മേടിച്ചു. ഒരു ചെറിയ കുട്ടി കേട്ടോ, ഒരു 12-15 വയസ്സിനകത്തേ വരത്തുള്ളൂ. നല്ല ഹൈറ്റ് ഉണ്ടെങ്കിലും പ്രായം കുറവാണ്. എന്നിട്ട് പുള്ളിക്കാരത്തിയോട് നമ്മൾ വഴിയൊക്കെ ചോദിച്ചു. അപ്പം ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറഞ്ഞു തന്നു. Basically straight down there and then you get to the അങ്ങനെ അവിടുന്ന് കോഫിയൊക്കെ മേടിച്ചിറങ്ങി മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും ഈ യൂറോ സ്കാൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക്ഫർട്ടിലൊരു ഫേമസ് ആയിട്ടൊരു സംഭവമാണ് ഇത്. യൂറോയുടെ ഒരു ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ നമ്മൾ വേറെ ആൾക്കാരെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് കണ്ടിട്ടല്ല ഇങ്ങോട്ട് വന്നത്, ഏകദേശം ഉദ്ദേശം വെച്ചിട്ട് വന്നതാണ്. ഇതവിടുത്തെ ട്രാം ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് നടന്ന് ഫുഡ് കഴിക്കാനാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. അപ്പോൾ മുന്നോട്ട് വെയിലായതുകൊണ്ട് നമ്മളൊരു ട്രാം കയറിയിട്ട് പോവാന്ന് വെച്ചിട്ട് മുന്നോട്ട് 2-3 സ്റ്റോപ്പ് മുന്നോട്ട് ഇറങ്ങാമെന്ന് കരുതി. കാരണം നമ്മൾ അവിടുന്ന് നോക്കിയപ്പോൾ ഒരു കത്തീഡ്രൽ കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കണ്ട, ട്രാമിൽ പോയാൽ പെട്ടെന്ന് എത്തുമല്ലോ, പിന്നെ വെയിലും കൊള്ളണ്ട. പിന്നെ ഈ സിറ്റി അത്രയ്ക്ക് സേഫായിട്ട് നമുക്ക് തോന്നിയില്ല. റോഡിൽ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സിറിഞ്ച്, മദ്യക്കുപ്പി,
സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഡേർട്ടി സിറ്റി കണക്ക് തോന്നി. അപ്പോൾ നമ്മൾ നടക്കാണ്ട് ഇതിൽ കയറി. അപ്പം അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മളൊരു അഫ്ഗാനി റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നല്ല അഫ്ഗാനി ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് അവിടോട്ട് കയറി. മന്തിയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് കയറി. കാരണം നമ്മൾ 2 ദിവസമായി റൈസ് ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചിട്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ റൈസും കബാബ്സും ഓർഡർ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. എന്താ നമ്മൾ ഇത്രയും ദിവസമായിട്ടും റൈസ് കഴിക്കാത്തത് കൊണ്ട് അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം അത്ര തന്നെ. ബാക്കി ഈ ജങ്ക് ഫുഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ കൊള്ളാം. അങ്ങനെയായിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഫുഡ് കഴിച്ചിട്ട് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. നല്ല റഷായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. എപ്പോഴും ടേബിൾസ് എല്ലാം ഫുള്ളാണ്. നല്ല റണ്ണിങ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഇറങ്ങി നടന്നപ്പോഴത്തേക്കും ശരവണ ഭവൻ കണ്ടു. ഇതാണ് ഏരിയ. ഉണ്ടോ വഴിയിൽ ആൾക്കാർ നിന്നിട്ട് മൂത്രം ഒഴിക്കുന്നു, വെള്ളം കിടന്നുറങ്ങുന്നു. ഇത് അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ശരവണ ഭവൻ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടൊരു ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് അവിടെ കയറി. അപ്പോൾ വടയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു വടയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വട ഓർഡർ ചെയ്തു. മനുവേട്ടൻ ചായയും മേടിച്ചു. അപ്പോൾ എനിക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നി. വടയുണ്ടല്ലോ ഇവിടെ കയറണമെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് അവർ പറഞ്ഞിട്ടൊക്കെ അകത്ത് കയറും. ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഇത് കണക്ക്. വട മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിക്കൊണ്ട് വന്ന് രാവിലത്തെ എന്തോ ഒരു വട വെറും വിറകുകൊള്ളി കണക്കിരിക്കുന്നു. ഈ ചായ പച്ച വെള്ളത്തിൽ തേയിലപ്പൊടി കലക്കി തന്നു. നമ്മുടെ ആ ഒരു ശരവണ ഭവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം ഓറുമല്ലോ. ഇത് ശരിക്കും ഒരു വെള്ളത്തിൽ തേയിലപ്പൊടി കലക്കിക്കൊണ്ട് തന്നത് കണക്ക് കാശിനും കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മനസ്സും എടുത്ത് ഇറങ്ങി. നമ്മൾ കഴിച്ചതുമില്ല കുടിച്ചതുമില്ല. അത് കണക്ക് തന്നെ അവിടെ വെച്ചു. പക്ഷെ അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം ഭയങ്കര ഡിമാൻഡുള്ളത് കണക്ക്. നമ്മൾ അവിടെ നിന്ന് പുറത്ത് നിന്ന് അവർ പറഞ്ഞിട്ട് അകത്ത് കയറാവും അങ്ങനെയൊക്കെ. പിന്നെ നമ്മളവിടെ നിന്ന് നടന്നിട്ട് ആ കത്തീഡ്രലിലെത്തി. നല്ല ഹൈറ്റുള്ള ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ തികയത്തില്ല, അത്രയ്ക്ക് ഹൈറ്റുണ്ട് ബിൽഡിങ്. മനുവട്ടം പോയിട്ട് അതിനകത്ത് കയറാൻ പറ്റുമെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞ അകത്ത് കയറാൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പ്രാർത്ഥനയുണ്ടല്ലോ വൈകുന്നേരത്തെ, എന്താ അതിനെ പറയുക, കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അകത്ത് കയറാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറുതെ അതിനകത്ത് കയറിയിട്ട് നമുക്ക് അതിനകത്തൊന്നും കാണാനില്ല, പ്രാർത്ഥിക്കാനുള്ളവർ പ്രാർത്ഥിക്കട്ടെ, നമ്മൾ ക്യൂ നിന്നിട്ട് വേണം കയറാൻ. അപ്പോൾ അത്രയും ടൈം കളയണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അതിൻ്റെ പരിസരത്ത് ഇത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് മുന്നോട്ട് നടന്നു. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അഫോർഡബിളായിട്ടുള്ള പ്രൈസായിട്ട് തോന്നി എനിക്ക്. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു റിവർ സൈഡ് കണ്ടു. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ഒരു അയൺ ബ്രിഡ്ജൊക്കെ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അയൺ ബ്രിഡ്ജൊക്കെ ഉണ്ട്, ക്രൂയിസൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ക്രൂയിസിൽ കയറിയിട്ട് 1 hour ജേണി എടുക്കാം. പക്ഷേ എന്താ നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു, നടന്ന് കാണാമെന്ന് വെച്ചു. 1 hour നമുക്ക് അവിടെ ടൈം വേസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ അയൺ ബ്രിഡ്ജുണ്ട്. അപ്പോൾ അതൊരു ഫേമസ് ഒരു അയൺ ബ്രിഡ്ജാണ്. അപ്പോൾ അതിലോട്ട് കയറാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് നടക്കുവാണ്. നല്ല ഒരു ഏരിയ കേട്ടോ, നല്ല ബിൽഡിങ്സും ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കും ഈ റിവറും ഇതൊക്കെ. ഭയങ്കര ഒരു റഷായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ നടന്നെത്തി. ഒട്ടും സേഫല്ല. ഫോണൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരു പേടിയായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു റഷ്, പെട്ടെന്നൊരു റഷായത് കണക്ക്. ഒരു ആളില്ലാത്ത ഏരിയയിൽ നിന്ന് ഒരാൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നത് കണക്ക്. ഇതാണ് അയൺ ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആ ബ്രിഡ്ജ് കംപ്ലീറ്റ് ലോക്ക് ഇട്ട് വെച്ചേക്കുക ആൾക്കാർ.
ഫുള്ള് ലവ് ലോക്ക് ഇട്ട് വെച്ചേക്കുവാണ്. എന്ത് ഒരു കമ്പിയുടെ ഇത് കണ്ടാലും ആൾക്കാരങ്ങ് ലവ് ലോക്ക് ഇട്ട് വയ്ക്കുവാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തോ ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരെ പോയില്ല. എന്തോ ഉത്സവം കണക്ക് എന്തോ ഒരു ഫെസ്റ്റ് കണക്ക് എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഞാനും മനുവേട്ടനും കൂടെ ആ വെള്ളത്തിൽ നമ്മൾ മാത്രം. നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരിതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്നൊരു ലോക്കിൽ മനുവേട്ടൻ നമ്മളെ പേരെഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. ഇനി ഇവിടെ ഒരു ജസ്റ്റിസിൻ്റെ ഒരു സംഭവമുണ്ട്. ആ ഒരു ഏരിയയിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫൗണ്ടെയിൻ ഓഫ് ജസ്റ്റിസ്. അപ്പോൾ നമുക്ക് ഒരു ഫ്രെയിമിൽ ഇങ്ങനെ 3 ബിൽഡിംഗ് കാണുന്ന കണക്കൊക്കെ നമ്മളത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ക്രൂയിസിലൊക്കെ പോകുന്നത് നഷ്ടമാണ് ഈ സമയത്ത്. കാരണം വെയിൽ കാരണം നമുക്ക് ഒന്നാമത് ചൂടും കൂടി, അപ്പോൾ വെയിലും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറ്റാണ്ടാവും. നമ്മൾ തിരിച്ചങ്ങോട്ട് നടന്നു. നല്ല റഷുണ്ട് കേട്ടോ. ഇതുണ്ടോ ലോക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫൗണ്ടെയിൻ ഓഫ് ജസ്റ്റിസിൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇത്രയ്ക്ക് റഷ്. അതെന്നും ഇങ്ങനെ റഷാണോ എന്നും അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ ഈ കുടിച്ചിട്ടൊക്കെ വഴിയിലൊക്കെ കിടന്നുറങ്ങുന്നു. പുതപ്പൊക്കെ മൂടിയിട്ട് നൈറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങൂല, അത് കണക്ക് കിടന്നുറങ്ങുന്നു. ഇനി രാത്രി ഉണരുള്ളൂ. ഇവിടെ കുറച്ച് പടം വരയ്ക്കുന്ന അത് കണക്കത്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് കുറച്ച് വൈബായിട്ടുള്ളൊരു പ്ലേസ് കണക്ക്. പക്ഷേ ഏരിയ ക്ലീനല്ല, സ്മെല്ലിയാണ്, അങ്ങനത്തെ ഒരിത്. ചിലപ്പോൾ ഇത് ഓൾഡ് ടൗൺ ആയതുകൊണ്ടാവാം. ഇതുണ്ട് ഇവിടെ എന്തോ കയ്യിൽ ടാറ്റു അടിക്കുന്നത് എന്തോ ആണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ആ ബിൽഡിങ്സിൻ്റെ അവിടെ എത്തി. ഫൗണ്ടെയിൻ ഓഫ് ജസ്റ്റിസ്. ഇവിടെയൊക്കെ നല്ല റഷുണ്ട് കേട്ടോ. തട്ടിമുട്ടി പോകുന്ന കണക്കത്തെ റഷുണ്ട്. മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നല്ല തിരക്ക് വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ട്രാം കയറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് തിരിഞ്ഞ് നടക്കുന്നത് ഇതിൻ്റെ ബാക്ക് വശത്തായിരുന്നു. പക്ഷെ നമുക്ക് ആ വഴി അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ട്രാം കയറി. അതുകൊണ്ട് നമുക്ക് അഫ്ഗാനി ഫുഡ് കഴിക്കാൻ പറ്റി. നല്ലൊരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതുണ്ട് പടം വരയ്ക്കുന്നത്. തിരിച്ച് നമ്മൾ പോവുകയാണ് റൂമിലേക്ക്. അപ്പോൾ ഹോട്ടലിൽ വിളിച്ചിട്ട് നമ്മൾ ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പോവുകയാണ്. നമ്മൾ ടാക്സിക്കാരനോട് പോണ വഴിക്ക് ഒരു ഷോപ്പിൽ നിർത്തി തരുമോ, നമുക്ക് നൂഡിൽസ് എന്തെങ്കിലും നൈറ്റ് കഴിക്കാൻ വേണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ സമ്മതിച്ചില്ല. വഴിയിലൊന്നും നിർത്തത്തില്ല എന്ന് പറഞ്ഞു. ആ ലേഡിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഹോട്ടലിൽ താമസിക്കുന്ന ഒരു ഗസ്റ്റിന് ഇങ്ങനെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തോ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വന്നിട്ട് അവരെ പരിശോധിക്കുവാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. ഇങ്ങനെ സ്ഥലം കാണാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ വന്നതായിരിക്കൂലേ. അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അവർക്ക് ഒരു നോക്കിയിട്ട് കുറവില്ല. അങ്ങനെ അവർ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ രാത്രി കണ്ടോ നമ്മുടെ ഡ്രൈവർ ചേച്ചി വേറെ ആൾക്കാരെയും കൊണ്ട് എയർപോർട്ടിൽ പോവുക. നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തു. ഓൺലൈനിൽ ഫുഡ് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അവസാനം പിസ്സ ഓർഡർ ചെയ്തു. മനുവേട്ടന് അങ്ങനെ പിസ്സ ഇഷ്ടമല്ല.
പിന്നെ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് അത് ഓർഡർ ചെയ്തു. അപ്പോൾ പിസ്സയും കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മളവിടെയൊക്കെ ബൈക്കിലല്ലേ ആൾക്കാർ വരുന്നത്, ഇത് കണ്ടോ കാറിലൊക്കെ ലക്ഷറി. എന്നെ വന്ന് മനുവട്ടത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ പിസ്സയാണ് വരുന്നത് കേട്ടോ. പിസ്സ കൊണ്ടുവന്നു. ഒരു യമ്മി ഡെലീഷ്യസ് പിസ്സയായിരുന്നു കേട്ടോ, നല്ല പിസ്സയായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ വിങ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡെലീഷ്യസ് പിസ്സയായിരുന്നു. ചിക്കനും നല്ല ടേസ്റ്റ്, നല്ല ജ്യൂസി. പിസ്സ അടിപൊളിയായിരുന്നു. എനിക്കിത് കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നു, അത്രയ്ക്ക് നല്ല പിസ്സയായിരുന്നു കേട്ടോ. മനുവേട്ട ഒരു പീസ് എന്തോ എടുത്തിട്ടുള്ളൂ, ബാക്കി ആ പിസ്സ കംപ്ലീറ്റ് ഞാനാണ് കഴിച്ചു തീർത്തത്. ചിക്കനും പിസ്സയും കംപ്ലീറ്റ് ഞാനാണ് കഴിച്ചു തീർത്തത്. അത്രയ്ക്ക് യമ്മി ആയിരുന്നു. ഇനി കിടന്നുറങ്ങിയിട്ട് രാവിലെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ടാണ്, നമ്മൾ തിരിച്ചു പോവുകയാണ് രാവിലെ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് സെയിം ആയിരുന്നു, സോസേജ്, ബ്രെഡ്, അങ്ങനെ ഞാൻ സാൻഡ്വിച്ച് കണക്കൊക്കെ എടുത്തു. മനുവട്ടം കണ്ടായി ചട്നി കണക്ക് നിരത്തി വെച്ചേക്കുന്ന ജാമാണ്, പല ടൈപ്പ് ജാം. ഞാനിങ്ങനെ സാൻഡ്വിച്ച് കണക്ക് തന്നെ കഴിച്ചു. എനിക്കിതാണ് ഇഷ്ടം. ഇതാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പോകുമല്ലോ, എല്ലാ ടേസ്റ്റും കിട്ടുകയും ചെയ്യും, എല്ലാം വയറ്റിലാവുകയും ചെയ്യും, പിന്നെ വിശക്കുകയില്ല. ഇനി നമുക്ക് റെഡിയായിട്ട് എയർപോർട്ടിലേക്ക് പോകണം. കുറച്ച് നേരത്തെ പോകാമെന്ന് വെച്ചു. ഇന്നലെ നമ്മൾ അവിടെ കറങ്ങാൻ പോയിട്ട് എനിക്ക് നല്ല സൺ ടാൻ അടിച്ചു, കഴുത്തൊക്കെ നല്ല സൺ ടാൻ അടിച്ചായിരുന്നു. നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി റെഡിയായിട്ട്. ലോഞ്ച് ആക്സസ് ഉള്ളത് കൊണ്ടും ടിക്കറ്റ് കൺഫേം ആയതുകൊണ്ടും നമുക്ക് റിലാക്സ് ചെയ്ത് ചെക്ക് ഇൻ ചെയ്തിട്ട് ലോഞ്ചിൽ പോയി ഇരിക്കാമെന്ന് കരുതി. കാരണം ഇവിടുത്തെ ടാക്സിയുടെ ടൈമിംഗ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ടാക്സി കിട്ടിയില്ലെങ്കിൽ പണിയാവുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. 3 ദിവസം നല്ല നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു, ഫുഡും നല്ലതായിരുന്നു. അപ്പോൾ 3 ദിവസം നമ്മളിവിടെ താമസിച്ചത് നല്ല ഗുഡ് മെമ്മറീസ്. പിന്നെ നമ്മുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ പോയിന്റ് ഇവിടെ ആയതുകൊണ്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിവിടെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എയർപോർട്ട് എത്തി. സെൽഫ് ചെക്ക് ഇൻ ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെൽഫ് ചെക്ക് ഇൻ ചെയ്തിട്ട് കൗണ്ടറിൽ പോയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്ലൈറ്റ് 380 ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. എല്ലാവരും കണക്ഷനാണ്, ദുബായി വന്നിട്ട് കണക്ഷൻ പിടിച്ച് പോകുന്നതാണ് കൂടുതൽ. ദുബായ് വരെ വരുന്ന ആൾക്കാർ കുറവായിരുന്നു. അപ്പം നമ്മളിവിടെ ഇങ്ങോട്ട് ഹോട്ടലിൽ നിന്ന് ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു ടാക്സിയിൽ, ഒരു ഹസ്ബൻഡും വൈഫും കുട്ടി. അവരും ദുബായിലേക്ക് വരുന്ന സെയിം ഫ്ലൈറ്റായിരുന്നു, നമുക്കത് അറിയില്ലായിരുന്നു. പക്ഷെ അവർ വേറെ എന്തോ ഒരു ലാംഗ്വേജ് ആയിരുന്നു സംസാരിക്കുന്നത്. അവരിനി കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നതാണോ എന്നും അറിയില്ല. നമ്മളോടും ഒന്നും സംസാരിച്ചില്ല, നമ്മളും അങ്ങോട്ടൊന്നും സംസാരിച്ചില്ല. പിന്നെ ഇവിടുന്ന് സെൽഫ് ചെക്കിനൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ലോഞ്ചിലേക്ക് പോകാനായിരുന്നു പരിപാടി. ടിക്കറ്റ് കൺഫേം ആയിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൺഫേം ആണ്. ബാക്ക് ടിക്കറ്റാണ് നമ്മൾ സ്റ്റാൻഡ് ബൈയിൽ യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ലോഞ്ചിലേക്ക് പോവുകയാണ്. പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചൊന്ന് ഉറങ്ങിയൊക്കെ ചെയ്യുക അവിടെ ഇരുന്നിട്ട്. ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 5 മണിക്കൂർ മുമ്പ് എന്തോ എയർപോർട്ടെത്തി. വൈകിട്ടാണ് ഫ്ലൈറ്റ് എങ്കിലും നമ്മൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എയർപോർട്ടെത്തി. ചെക്കിനൊക്കെ കഴിഞ്ഞു. അവിടെ റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. റൈസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം. പിന്നെ സൂപ്പ്, സ്റ്റിർഡ് ചിക്കൻ, വെജിറ്റബിൾസ്, പൊട്ടറ്റോ, സീഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സൂപ്പും റൈസും എടുത്തു. അപ്പോൾ സൂപ്പ് കഴിച്ചപ്പോൾ എനിക്ക് നല്ല സാമ്പാറിൻ്റെയൊക്കെ ഒരു പരിപ്പ് ടേസ്റ്റ് കണക്ക് തോന്നി. ഞാൻ റൈസിൽ സൂപ്പ് ഒഴിച്ച് ഞാൻ കഴിച്ചു. പിന്നെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി ചേർത്ത് കഴിച്ച് അവിടെ നമ്മളൊരു
2 മണിക്കൂറെങ്കിലും നമ്മളവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ബോർഡിംഗ് ഗേറ്റിൽ പോയി. ബോർഡിംഗ് ഗേറ്റിൽ പോയിട്ടും ഒരുപാട് സമയം അവിടെ ഇരുന്നു. ചെക്ക് ഇൻ തുടങ്ങുന്നതേ ഇല്ല. പിന്നെ സൂൺ വേസല്ലേ വിളിക്കുന്നത്. വലിയ ഫ്ലൈറ്റും ഒരുപാട് പാസഞ്ചേഴ്സും ഉള്ളതുകൊണ്ട് അത്രയും ലേറ്റായി. ഇന്നലെ അവിടെ പോയിട്ട് എൻ്റെ ഫേസിൽ നല്ല സൺ ടാൻ അടിച്ചു. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടും എന്തോ പോലെയായി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. 15 ദിവസത്തെ യൂറോപ്പ് ട്രിപ്പ് ഇവിടെ തീർന്നു. ഇനി ദുബായിൽ പോയിട്ട് അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ ബാക്ക് ടു നോർമൽ ലൈഫ്. ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ഒരു ട്രാവൽ ഏജൻസിയുടെയോ ഒന്നും ഹെൽപ്പില്ലാണ്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ എല്ലാ ബുക്കിങ്സും പോകേണ്ട സ്ഥലങ്ങളും ഒക്കെ റെഫറൻസൊക്കെ എടുത്ത് പഴയ കുറേ വീഡിയോസും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും റെഫറൻസും ഒക്കെ എടുത്ത് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് വന്നൊരു ട്രിപ്പാണ്. അപ്പോൾ നല്ലൊരു നമ്മുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് കണക്ക് തന്നെ അടിപൊളി ഒരു മെമ്മറബിൾ 15 ദിവസം, എപ്പോഴും ഓർക്കുന്നൊരു 15 ദിവസം. അപ്പോൾ നമ്മളിത് ലൈഫ് ലോങ് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം എല്ലാ മെമ്മറീസും. അങ്ങനെ ഞങ്ങൾ ഇനി എപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടാവും, ഇനി ഇങ്ങോട്ടൊക്കെ വരുമോയെന്നൊന്നും അറിയത്തില്ല. ദൈവം സഹായിച്ച് വരാൻ പറ്റട്ടെ, ഇതിലും കൂടുതൽ രാജ്യങ്ങളൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ യാത്ര തുടങ്ങി. ഫ്ലൈറ്റിൽ റിട്ടേൺ പോകുന്ന ജേണി ഭയങ്കര ഫുഡും കൊള്ളത്തില്ലായിരുന്നു. യാത്ര പുറകിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. ഭയങ്കര ഒരു ഡിസ്കംഫർട്ടബിളായിട്ടുള്ളൊരു ജേണിയായിരുന്നു. ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വിശേഷം. എൻ്റെ ട്രിപ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോ കാണാം. ബൈ.